ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് റെസ്റ്റോറന്റ്, സാറാസ് കോംപ്ലക്സ്, നിയർ യൂണിയൻ ബാങ്ക്, TV ജംഗ്ഷൻ, KP റോഡ്, പുനലൂർ. ചരിത്രം വിളിച്ചോതുന്ന തൂക്കുപാലത്തിന്റെ മണ്ണിൽ പുതുമയിലും വൃത്തിയിലും സംസ്കാരത്തിലും പുതിയൊരു രുചിക്കൂട്ട്. ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ: AC, non-AC ഡൈനിങ്, കിഡ്സ് പ്ലേ ഏരിയ, അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം, അതിവിശാലമായ ഞങ്ങളുടെ വിഭവശ്രേണി, ഞങ്ങളുടെ മാത്രം രുചിക്കൂട്ടിൽ തയ്യാർ ചെയ്ത ദം ബിരിയാണി, കലം ബിരിയാണി, വിവിധതരം മത്സ്യവിഭവങ്ങൾ, നാടൻ വിഭവങ്ങൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ, ഡെസേർട്ടുകൾ, ഫ്രഷ് ജ്യൂസുകൾ, ഷേക്കുകൾ മുതലായവ ഞങ്ങൾ പുതുമയിൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. Inaugural offer on all Arabian foods. Special packages for get-together function, family meeting, birthday parties and all other functions, etc. പുനലൂരിന്റെ ചരിത്രത്തിലാദ്യമായി ഹോം ഡെലിവറി സൗകര്യവും ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിളിക്കുക 0475222907. Elegant Restaurant, Saras Complex, near Union Bank, TV Junction, KP Road, Punalur. Elegant Restaurant. Get more of what you really want. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്, പുനലൂർ. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. ചായം ചിന്നും ശലഭം തെളിയും മഴവിൽ Extract of nature. Samia's Wedding Arcade, SBT Building, Velakudi, Kunnikode. നമസ്കാരം, ദൈവത്തിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. തെന്മലയിൽ മീൻ കയറ്റി വന്ന ലോറി തലകീഴായി മറിഞ്ഞു. തൂത്തുക്കുടിയിൽ നിന്നും ആലപ്പുഴയിലേക്ക് വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ അനാവശ്യമായി പിഴ ഈടാക്കുന്നു. UTUC നേതൃത്വത്തിൽ സിമന്റ് ലോറി ഡ്രൈവർമാർ സൂചനാ പണിമുടക്ക് നടത്തി. കിഴക്കൻ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം. മൂലമൺ ഇരുൾപച്ച മേഖലയിൽ കാട്ടാന വൻതോതിൽ കൃഷി നശിപ്പിച്ചു. വാർത്തകൾ വിശദമായി. തെന്മലയിൽ മീൻ കയറ്റി വന്ന ലോറി തലകീഴായി മറിഞ്ഞു. ലോറി ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. തെന്മല ഓർത്തഡോക്സ് ദേവാലയത്തിനടുത്ത് വലിയ വളവിൽ സ്വകാര്യ റബ്ബർ തോട്ടത്തിലേക്കാണ് ലോറി നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞത്. അപകടത്തിൽ ലോറി ഡ്രൈവർ വെങ്കടേഷ് നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വെള്ളിയാഴ്ച രാത്രി 11 മണിക്കാണ് അപകടം സംഭവിച്ചത്. തൂത്തുക്കുടിയിൽ നിന്നും ആലപ്പുഴയിലേക്ക് മീൻ കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് നാട്ടുകാർ ഓടിയെത്തി ലോറി ഡ്രൈവറെ പുറത്തെടുക്കുകയായിരുന്നു. ചരക്കു വാഹനങ്ങൾ ഇറക്കത്തെ ന്യൂട്രൽ ഗിയറിൽ പോകുന്നതിന്റെ ഫലമായിട്ടാണ് വാഹനം നിയന്ത്രണം വിടുന്നത് എന്നാണ് അപകട കാരണമായി വിലയിരുത്തപ്പെടുന്നത്. ഇതേ സ്ഥലത്തു തന്നെ മുൻപും പലതവണ ലോറികളും മറ്റു വാഹനങ്ങളും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. മീൻ കയറ്റി വന്ന ലോറി അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് തെന്മലക്കാർക്ക് ചാകരയായിരുന്നു. വെള്ളിയാഴ്ച രാത്രിയാണ് അപകടമുണ്ടായതെങ്കിലും ശനിയാഴ്ച പുലർച്ചെയോടെ വാഹനത്തിന്റെ ഉടമ തെന്മലയിലെത്തി നാട്ടുകാരോടെ മീൻ എടുത്തുകൊള്ളാൻ പറഞ്ഞതോടെയാണ് പ്രദേശവാസികൾക്ക് ആവശ്യത്തിന് മീൻ ലഭിച്ചത്. എന്നാൽ വാർത്തയറിഞ്ഞ് ഉറുകുന്ന്, ഒറ്റക്കൽ, കഴുതുരുട്ടി എന്നിവിടങ്ങളിൽ നിന്നും ആളുകൾ എത്തി മീൻ കവറിലും ചാക്കിലും മറ്റുമായി വാരിക്കൊണ്ടു പോവുകയായിരുന്നു. ഇതുകൂടാതെ നല്ലൊരു ശതമാനം മീനും നാശമായി പോവുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, തെന്മല.
ഇടമുളയ്ക്കൽ പനച്ചവിള സജയവിലാസത്തിൽ സോമൻ പിള്ളയുടെ കിണറ്റിലെ വെള്ളം തിളച്ചു പൊങ്ങുന്നു. അത്ഭുത പ്രതിഭാസം കാണാൻ സോമന്റെ വീട്ടിൽ തിരക്കേറുകയാണ്. അഞ്ചൽ പനച്ചവിള സജയവിലാസത്തിൽ സോമന്റെ കിണറ്റിലാണ് വെള്ളം തനിയെ തിളയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ വെള്ളം കോരിയപ്പോൾ ചെറിയ ചൂട് അനുഭവപ്പെട്ടെങ്കിലും സോമൻ അതത്ര കാര്യമാക്കിയില്ല. ശനിയാഴ്ച രാവിലെ വീണ്ടും വെള്ളം കോരിയപ്പോഴാണ് ആവി പറക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. വെള്ളം തൊട്ടുനോക്കിയപ്പോൾ അസാമാന്യ ചൂടും അനുഭവപ്പെട്ടു. കഴിഞ്ഞ ദിവസത്തേക്കാൾ ജലനിരപ്പും ഉയർന്നിട്ടുണ്ട്. കിണറ്റിന് മുകൾ ഭാഗത്തായി വളർന്നു നിൽക്കുന്ന ചെടികൾ വാടുന്നുമുണ്ട്. ഈ അത്ഭുത പ്രതിഭാസം തന്റെ കിണറ്റിൽ വന്നതിന്റെ അമ്പരപ്പിലാണ് സോമൻ. വെള്ളം കോരുന്ന സമയത്ത് ഒരു ചെറിയ ചൂട് പോലെ തോന്നിയാണ്. ഞാൻ വിചാരിച്ച അന്തരീക്ഷത്തിൻ്റെതായിരിക്കും ചെറിയ വെള്ളമേ ഉള്ളൂ. ഇന്നിപ്പോൾ രാവിലെ കോരിപ്പോഴാണ് നല്ല ചൂട്. നല്ല ചൂട് കൈ ഭയങ്കരമായ ആവിയായിട്ട് അങ്ങനെ എല്ലാവരെയും വിളിച്ച് അങ്ങനെ എൽറ്റി വിളിച്ച് പറഞ്ഞു, TV-കാരെ വിളിച്ച് പറഞ്ഞു. കിണറ്റിനുള്ളിൽ അതിരാവിലെ വെള്ളം തനിയെ തിളയ്ക്കുന്നു എന്ന വാർത്ത അറിഞ്ഞതോടെ ഈ അത്ഭുതം കാണാൻ നിരവധി പേരാണ് സോമന്റെ വീട്ടിലെത്തിയത്. സംഭവം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ലൈവ് വാർത്ത അഞ്ചൽ. ആനകളെ ചന്തത്തോടെ നോക്കിക്കാണുന്നവർ ഈ കാഴ്ച കൂടി ഒന്ന് കാണണം. അഞ്ചലിൽ നടന്ന പ്രശസ്തമായ ഘോഷയാത്രയിലാണ് കരളലിയിപ്പിക്കുന്ന ഈ കാഴ്ച ദൃശ്യമായത്. ജയ്വിളികളോടെയും ആരവങ്ങളോടെയും തെരുവുകളിലൂടെ ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ ആനയുടെ വേദന ആരും അറിയാറില്ല. പിൻകാലുകൾ കൂട്ടിക്കെട്ടി 8 കിലോമീറ്ററോളമാണ് കാലുകൾ വലിച്ചിഴച്ച് ഈ ആന തെരുവിലൂടെ ഇഴഞ്ഞു നീങ്ങിയത്. ആനയുടെ സൗന്ദര്യത്തിലും വലിപ്പത്തിലും മതിമറന്നവരാരും ഈ കാഴ്ച കണ്ടില്ല. ആനപ്രേമി സംഘടനകളും മൃഗസ്നേഹി സംഘടനകളും വളരെയേറെ ഉണ്ടെങ്കിലും ഇതൊന്നും മൃഗങ്ങളുടെ സംരക്ഷണത്തിനല്ല എന്ന് തോന്നിപ്പോകുന്നു. മൃഗങ്ങളെ സ്നേഹിക്കുന്നവർ ഈ ക്രൂരതയ്ക്ക് സാക്ഷികളായി നിൽക്കില്ലായിരുന്നു. ഇടയുന്ന ആനയാണെങ്കിൽ അതിനെ പൊതുജനങ്ങൾ ഒത്തുകൂടുന്ന പൊതുസ്ഥലത്തു നിന്നും മാറ്റി നിർത്തുന്നതിനു പകരം കാലുകൾ കൂട്ടിക്കെട്ടി തെരുവിലൂടെ ഇഴച്ചുകൊണ്ടുപോയത് ഒട്ടും അംഗീകരിക്കാനാവില്ല. എഴുന്നള്ളിക്കാൻ ഈ ആനയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകിയ ഡോക്ടർ എന്തടിസ്ഥാനത്തിലാണ് അത് നൽകിയതെന്നും വ്യക്തമല്ല. മൃഗങ്ങളോട് പ്രത്യേകിച്ചും ആനകളോട് കാട്ടുന്ന ഈ ക്രൂരത ആനപ്രേമി സംഘടനകളെങ്കിലും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി കരവാളൂർ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജയലക്ഷ്മിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രാജന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വൈസ് പ്രസിഡന്റ് കെ ജയലക്ഷ്മി ബജറ്റ് അവതരിപ്പിച്ചു. നവകേരള മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജൈവ കൃഷി പ്രോത്സാഹനം, മാലിന്യ പരിപാലനം, ജലസ്രോതസ്സുകളുടെ സംരക്ഷണം എന്നിവയ്ക്കും ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം അർഹരായ മുഴുവൻ പേർക്കും പാർപ്പിടം എന്നിവയ്ക്കും 2017-18 സാമ്പത്തിക വർഷം ഊന്നൽ നൽകുന്നു. നാം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ശുദ്ധജല ദൗർലഭ്യമാണ്. എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കുടിവെള്ള പരിഹാരത്തിനായി പൊതുജനങ്ങളുടെയും സഹകരണം ഈ ഘട്ടത്തിൽ നമുക്ക് അത്യാവശ്യമാണ്. പുതിയ കെട്ടിടങ്ങൾക്ക് മഴവെള്ള സംഭരണി ഏർപ്പെടുത്തേണ്ടത് നിർബന്ധമാക്കേണ്ടതായിട്ടുണ്ട്. ജപ്പാൻ കുടിവെള്ള പദ്ധതി നമ്മുടെ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും നാളിതുവരെ ഈ പദ്ധതിயின் കീഴിൽ നമ്മുടെ പഞ്ചായത്ത് പൂർണ്ണമായും ഉൾപ്പെടാത്തത് വിമർശന വിധേയമാണ്. ഈ സാമ്പത്തിക വർഷമെങ്കിലും ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുന്നതാണ്. ജനങ്ങളുടെ മേൽ അധികാരഭാരം അടിച്ചേൽപ്പിക്കാതെയുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകണം എന്നാണ് ഭരണസമിതി ആഗ്രഹിക്കുന്നത്. വികസന കാര്യങ്ങളിൽ നിർവഹിക്കുന്നതിന് വിവിധ മേഖലകളായി സംയോജനം നടത്തി വിഭവ പരിമിതി മറികടക്കുകയും ഒപ്പം വികസനത്തിന് സമഗ്രത കൈവരിക്കുകയും വേണം. അതിനായി MG, NREGS, MP, MLA തുടങ്ങിയ ജനപ്രതിനിധികൾ, വിവിധ സർക്കാർ ഏജൻസികൾ, ജില്ലാ, ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. കാർഷിക മൃഗസംരക്ഷണ മേഖലകൾക്ക് 2,89,00,000 രൂപയും ഭവന നിർമ്മാണം, വിദ്യാഭ്യാസം എന്നീ മേഖലകൾക്ക് 6,17,95,500 രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് 11 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഭവന നിർമ്മാണം, സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി, ജൈവ കൃഷി വ്യാപനം, മാലിന്യ നിർമ്മാർജ്ജനം എന്നീ മേഖലകൾക്ക് ബജറ്റിൽ പ്രത്യേക ഊന്നൽ നൽകുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനി ജെ ബാബു, ആശ, രവീന്ദ്രൻ നായർ, മുരുകേശൻ, രാജേശ്വരി, ബിന്ദു, രാജൻ പിള്ള, ഗോപി, വിദ്യ, നസീറ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുഷ്പഗിരിയിൽ സെൻട്രൽ സ്കൂൾ, ഇടമൺ 34. മാനേജ് ബൈ പുഷ്പഗിരിയിൽ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. Qualified teachers, well-equipped library and labs,
kids section and extracurricular activities. Hi, my name is Stephen. I want to be a pilot. I want to be an IAS officer. Hi, my name is Darshana. I want to be a doctor. I want to be a professor. I want to be a chartered accountant. Hi, I want to be a teacher. Pushpagiril Central School, Idaman 34. Managed by Pushpagiril Educational and Charitable Trust. City Aluminium Traders, Chemandur, Punalur. വശ്യചാരുതയുടെ പുതിയ ആകർഷണവുമായി സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ് പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. We offer a new lifestyle. City Aluminium Traders, Chemandur, Punalur. Phone 0475 2220 357 9745 201088. പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെബ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്. പ്രമുഖ കമ്പനികളായ കചാരിയ, ഐക്കൺ, ഏഷ്യൻ, ഇറ്റാലിക്ക എന്നിവയുടെ ടൈൽസും. അരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ലെഗ്രാൻഡ്, ഹാവൽസ്, ബജാജ് എന്നിവയുടെ ഇലക്ട്രിക്കൽ ഗുഡ്സ്. വിവിധയിനം ഫാൻസി ലൈറ്റുകൾ. പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ. കിച്ചൺ കബോർഡ് ആക്സസറീസ്. ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475 222 1205 9946977578. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. UTUC ലോറി ഡ്രൈവേഴ്സ് ആൻഡ് ക്ലീനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ സിമന്റ് ലോറി ഡ്രൈവർമാർ സൂചനാ പണിമുടക്ക് നടത്തി. അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ അനാവശ്യമായി പിഴ ഈടാക്കുന്നതായി ആരോപിച്ചായിരുന്നു സമരം. ശനിയാഴ്ച രാവിലെ 11-ന് തെന്മല തഴഡിപ്പോയിൽ വാഹനങ്ങൾ നിർത്തിയിട്ടാണ് സമരം നടത്തിയത്. അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ സിമന്റ് ലോറികളിൽ നിന്നും അനാവശ്യമായി ഫൈൻ ഈടാക്കുന്നുവെന്നും ഉദ്യോഗസ്ഥർ കൈക്കൂലി ആവശ്യപ്പെടുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് സമരം സംഘടിപ്പിച്ചത്. RTO ചെക്ക് പോസ്റ്റുകളിൽ കൃത്യമായ അളവിൽ ലോഡും കൃത്യമായ രേഖകളും ഉണ്ടെങ്കിലും ഫൈൻ ചുമത്തുന്നുവെന്നും ഇതിനെതിരെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടും അനങ്ങാപ്പാറ നയമാണ് അധികാരികൾ സ്വീകരിച്ചിരിക്കുന്നതെന്നും സമരക്കാർ പറയുന്നു. எந்த லோடு ஏற்றிட்டு வந்தாலும் பாசிங் லோடு தான் வருது. ஆனால் பாசிங் லோடு வந்தாலும் வீலை பார்த்து அவங்க பைசா கேக்கு 10 வீலுனா 300 கொடு, 12 வீலுனா 400 கொடுன்னு இப்படி கேட்டுட்டு இருக்கு. அப்படி இல்லாட்டி வண்டி காலையிலேருந்து சாயந்தரம் வரைக்கும் வண்டி விடாது. வண்டியில் போய் படங்கும் நம்மளை ஒரு இது மாதிரி நடத்துவாங்க செக் போஸ்ட்டில். எங்களுக்கு இது ஒரு முடிவு வரணும். ஆமாம், ஒரு முடிவு வரணும். இது பிரச்சனையாக இருக்குது, ரொம்ப பிரச்சனை. வண்டி விடவே மாட்டாங்க. செக் போஸ்ட்டில் துட்டு கொடுத்தா தான் வண்டியை விடுவாங்க. അത് വരയ്ക്ക് വിടയേ മാറ്റാங்க. വിഷയത്തിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ ഏപ്രിൽ 10 മുതൽ അനിശ്ചിതകാലത്തേക്ക് പണിമുടക്ക് ആരംഭിക്കുമെന്നും UTUC ഡ്രൈവേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം തെന്മല രാജൻ പറഞ്ഞു. ഭയങ്കരമായ പീഡനമാണ് അവിടെ സംഭവിക്കുന്നത്. പെർമിറ്റ് അളവിൽ കൃത്യമായ അളവിൽ കയറ്റുന്ന വണ്ടികൾക്ക് മാസം 5000 രൂപ 6000 രൂപ കേസ് വേണമെന്നും ഒരു ലോഡിന് 300 രൂപ പഴി വേണമെന്നും പറഞ്ഞുകൊണ്ട് ലോറി ഡ്രൈവർമാരെ നിരന്തരമായിട്ട് ബുദ്ധിമുട്ടിക്കുകയാണ്. തുച്ഛമായ ശമ്പളത്തിന് ഓടുന്നവർ ഒരു ദിവസം 2 ദിവസം എല്ലാം അവിടെ കിടന്ന് അതിഭയങ്കരമായ കഷ്ടത അനുഭവിക്കുന്നത്. ബന്ധപ്പെട്ട സർക്കാരോ തമിഴ്നാട് ഗവൺമെന്റോ ഒന്നും യാതൊരു നടപടിയെടുക്കുന്നില്ല. ആൾ കേരള ഡ്രൈവേഴ്സ് യൂണിയന്റെ പേരിൽ കേരള DGPക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും പരാതിയായിട്ട് അറിയിച്ചിട്ടുണ്ട്.
ഇന്നൊരു സൂചന പണിമുടക്കായിട്ട് തുടങ്ങിയിട്ട് ഏപ്രിൽ 10 മുതൽ ഇതിന് ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ എല്ലാ മേഖലയിൽപ്പെട്ട ഡ്രൈവർമാരും പണിമുടക്കും അനിശ്ചിതകാല സമരവും ആരംഭിക്കുന്നതാണ്. ഏപ്രിൽ 10 മുതൽ ആരംഭിക്കുന്നത്. സമരത്തിന്റെ ഭാഗമായി തെന്മല ജംഗ്ഷനിൽ ഡ്രൈവർമാർ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രകടനവും നടത്തി. തമിഴ്നാട് ചെക്ക് പോസ്റ്റ് അഴിമതി അവസാനിപ്പിക്കുക. സമരത്തിന് മുരുകൻ, കുമാർ, വിഷ്ണു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തെന്മല. കാര്യറയിൽ ഇരുവിഭാഗങ്ങൾ ഏറ്റുമുട്ടി. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെയായിരുന്നു സംഘർഷം. കഴിഞ്ഞ ദിവസം വൈകിട്ട് 7 മണിയോടെയാണ് കാര്യറയിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. SDPയുടെ സമരത്തിന്റെ ഭാഗമായി കാര്യറയിൽ റോഡ് ഉപരോധം നടത്തിയിരുന്നു. ഇതുവഴി വാഹനങ്ങൾ കടന്നുപോയതാണ് സംഘർഷത്തിനിടയാക്കിയത്. പ്രദേശവാസികളായ തങ്ങളെ പുറത്തുനിന്നെത്തിയ ചിലർ മർദ്ദിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റവർ പറയുന്നു. പ്രകടനം വിളിച്ചുകൊണ്ട് വണ്ടികളൊന്നും ഇത് പോവാതെ ബ്ലോക്കായി കിടക്കുമായിരുന്നു. ഇങ്ങനെ വയ്യാത്ത ആളെ കൊണ്ട് ഞങ്ങളെ പെരീത്തായ ഇതേപോലെ പോയപ്പോൾ അവർ വണ്ടി തടഞ്ഞിട്ട് ഞങ്ങളെ പെരീത്തായ അടിച്ചപ്പോൾ ഞാൻ ചോദിച്ച് ഞങ്ങളെ പെരീത്ത എന്തിനാ അടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ വെളിയിൽ നിന്ന് ഒരാൾ എന്നെ ചെള്ളക്ക് അടിക്കുകയും അങ്ങനെ അവിടെയുള്ള ആൾക്കാരെല്ലാം അവിടെ തന്നെ തറയിട്ട് ചവിട്ടി തേച്ചപ്പോൾ ഞാൻ എൻ്റെ പെരീത്ത എൻ്റെ അനിയനെ അടിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ എന്നെ ചോദിച്ചപ്പോൾ എന്നെ അവിടെ അടിച്ചു. പരിക്കേറ്റ ഒരാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റുള്ളവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഒരു 10-30 പേര് ചെറുപ്പക്കാർ അടങ്ങുന്ന ഒരു സംഘടനയായിരുന്നു. ചെറുപ്പക്കാരായിരുന്നു. പുറത്തുനിന്ന് ആൾക്കാരുണ്ടായിരുന്നു. ഏതെല്ലാം തരത്തിലുള്ളവരാണെന്ന് വ്യക്തമായിട്ട് എനിക്കറിയില്ല. എനിക്ക് കണ്ണിന് കാഴ്ച കുറവാണ്. ഫുള്ളും ഭർത്തന്മാരാവണം ഉള്ളത്. ദൂരെ നിന്നൊക്കെ വന്നവരാണ്. അവിടുത്തെ ഒരു കുറവാണ്. അപ്പം ഒരാൾക്ക് സുഖമില്ല. ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി ആട്ടോക്കാരൻ ആട്ടോ ഇങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ ആട്ടോ തടഞ്ഞു. അവർ ആശുപത്രി കൊണ്ടുപോയിട്ട് എന്നെ വിടെന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കാതെ വണ്ടി വിട്ടതിന് അയാളെ അടിച്ച് തലമണ്ടയ്ക്ക് അടിക്കുന്നത് കണ്ടപ്പോൾ അയാളുടെ അനിയൻ്റെ മോൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ അച്ഛൻ എന്നോട് അടിച്ചത് ചോദിച്ചതേ ഉള്ളൂ. ഉമ്മാരെല്ലാം കൂടി അവനെ എടുത്തിട്ട് പിടിച്ച് ചമ്മന്തി അയക്കളഞ്ഞു. കണ്ണമ്മോന് ചവിട്ടി ഉരുട്ടി പോയിരുന്നു. ഇത് കണ്ടുകൊണ്ട് ഞാൻ ലോട്ടറി വിട്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ അനിയൻ്റെ മോനാണ്. ഞാൻ ഓടിച്ചത് എന്തിനാണോ എൻ്റെ കുഞ്ഞിനെ അടിക്കുന്നതെന്ന് ചോദിച്ചതാ. എന്നെ അടിച്ചതാ. കുറുപടിക്ക് അമ്മമാർ പ്രകടനം നടത്തുന്നത് കുടിക്ക് എന്നെ അടിച്ചതാ. 57 വയസ്സോട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ അടികൊള്ളുക. ആശുപത്രി കയറുക. മോട്ടേഷൻ പിന്നെ കാണാൻ പോവുക. ന്യൂസ് ബ്യൂറോ, പുനലൂർ. KSEBയുടെ വാഹനം അഞ്ചൽ അഗസ്ത്യക്കോട് അപകടത്തിൽപ്പെട്ടു. KSEB ജീവനക്കാർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അഞ്ചലിൽ നിന്നും കരവാളൂരിലേക്ക് പോവുകയായിരുന്ന കരവാളൂർ KSEBയുടെ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. അമിത വേഗതയിലെത്തിയ വാഹനം അഗസ്ത്യക്കോട് അമ്പലമുക്കിന് സമീപം വളവിൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതിനാൽ റോഡിലേക്ക് മറിയുകയായിരുന്നു. എതിർദിശയിൽ നിന്നും വാഹനങ്ങൾ വരാതിരുന്നതും കാൽനടയാത്രക്കാർ ഇല്ലാതിരുന്നതിനാലും വൻ ദുരന്തം ഒഴിവായി. ജീപ്പിലുണ്ടായിരുന്നവർക്ക് നിസ്സാര പരിക്കേറ്റിട്ടുണ്ട്. അമിത വേഗത മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഈ മേഖലയിൽ അനുദിനം വർദ്ധിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ ചന്തമുക്കിൽ പ്രവർത്തിക്കുന്ന ബിവറേജസ് ഔട്ട്ലെറ്റ് ചെമ്പകരാമനല്ലൂരിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് ജനകീയ സമരസമിതി. ജനകീയ പ്രതിഷേധം ശക്തമാവുകയാണ്. ബിവറേജസ് മദ്യവിൽപ്പനശാല സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന് സമീപത്തായി LP സ്കൂളും വിവിധ മതസ്ഥരുടെ ആരാധനാലയങ്ങളുമുണ്ട്. വിവിധ പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത മദ്യവിൽപ്പനശാല ചെമ്പകരാമനല്ലൂരിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ഉപേക്ഷിക്കണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം. അഞ്ചൽ പട്ടണത്തിൽ പ്രവർത്തിച്ചുവരുന്ന ബിവറേജസ് മദ്യവിൽപ്പനശാല ചെമ്പകരാമനല്ലൂരിലേക്ക് മാറ്റാനാണ് നീക്കം. സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി, LP സ്കൂൾ, കപ്പുച്ചിൻ ആശ്രമം, കന്യാസ്ത്രീ മഠം, SNDP ഗുരുമന്ദിരം എന്നിവ സ്ഥിതി ചെയ്യുന്ന ജനവാസ കേന്ദ്രമായ ചെമ്പകരാമനല്ലൂരിലുള്ള ഒരു വാടക കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് ജനകീയ പ്രതിഷേധം. വെള്ളിയാഴ്ച നടന്ന പ്രതിഷേധത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പങ്കെടുത്തു. ജനകീയ സമര കൺവെൻഷനിൽ ഗ്രാമപഞ്ചായത്ത് അംഗം അനില ഷാജി അധ്യക്ഷത വഹിച്ചു. AIYF സംസ്ഥാന പ്രസിഡന്റ് R സജിലാൽ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി J മോഹൻകുമാർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജീവ് കോശി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം GS അജയ്കുമാർ, സൈമൺ അലക്സ്, ഫാദർ റജി ലൂക്കോസ്, ഫാദർ അലക്സ് തോമസ്, കപ്പുച്ചിന്നാശ്രമം സുപ്പീരിയർ ഫാദർ ജെയിംസ്, SNDP ശാഖാ പ്രസിഡന്റ് P രാമചന്ദ്രൻ, മാതാ നികേതൻ മഠം സുപ്പീരിയർ മദർ വത്സല തുടങ്ങിയവർ പ്രസംഗിച്ചു. ജനകീയ സമരസമിതി ചെയർപേഴ്സൺ അനില ഷാജി, കൺവീനർ VS അനീഷ് എന്നിവരുൾപ്പെട്ട 1001 അംഗ ജനറൽ കമ്മിറ്റിയെയും 51 എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു.
ലൈവ് വാർത്ത അഞ്ചൽ. കപട ദേശീയതയ്ക്കെതിരെ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. ഭഗത് സിംഗ് ദിനത്തിൽ പത്തനാപുരത്ത് നടന്ന ഇരുചക്രവാഹന റാലിയിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. കപട ദേശീയതയ്ക്കും വർഗീയതയ്ക്കുമെതിരെ രാജ്യവ്യാപകമായി ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ പത്തനാപുരം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഇരുചക്രവാഹന റാലിയിൽ നിരവധി യുവാക്കൾ അണിനിരന്നു. പത്തനാപുരം പള്ളിമുക്കിൽ നിന്നും ആരംഭിച്ച റാലി പത്തനാപുരം നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് കുന്നിക്കോട് ജംഗ്ഷനിൽ പര്യവസാനിച്ചു. ഡിവൈഎഫ്ഐ നേതാക്കളായ ജി രതീഷ്, RL വിഷ്ണുകുമാർ, നേതാക്കളായ S സജീഷ്, മുഹമ്മദ് അസ്ലം, ഗിരീഷ് തമ്പി, സജീവൻ, അനീസ്, ഇജാസ് എന്നിവർ ഇരുചക്രവാഹന റാലിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. 2 മാസത്തിന് മുമ്പാണ് ഈ സോറിയാസിസ് ആണെന്ന് അറിയുന്നത്. 6 മാസത്തിന് മുമ്പ് ഇത് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ ഇംഗ്ലീഷ് മരുന്ന് ഗൾഫിലായിരുന്നു. ഗൾഫിൽ വെച്ച് അവിടെ ആൽനൂർ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനും ഗുളികയും മരുന്നും ഗ്രീനും അതും ഇതെല്ലാം 19,000 രൂപ അങ്ങനെ അവിടെ ചിലവായി. ശരീരം മൊത്തം പൊങ്ങി പുറകുറുത്ത് നാശമായി, നീരും കൊണ്ട് കിടക്കാനും വയ്യ, ആന്തരഭാഗം മൊത്തം കയറി വീർത്ത്. അങ്ങനെ ഇരിക്കുമ്പോൾ പാലക്കാട്ടുകാർ നേഴ്സ് പറഞ്ഞ് സോറിയാസിൻ്റെ. അങ്ങനെ പെട്ടെന്ന് കയറി വന്നാണ് ഈ ഡോക്ടറെ കണ്ട് ഇപ്പം 45 ദിവസം കൊണ്ട് പരിപൂർണ സുഖമായി. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. ഫോൺ 0475-235-4777. KCB ഓഫീസിന് സമീപം, ഷാലിമാർ ബിൽഡിംഗ്, കരുനാഗപ്പള്ളി. ഫോൺ 8086837777. ഇന്ത്യയിലും വിദേശത്തും ധാരാളം തൊഴിലവസരങ്ങളുള്ള ആയുർവേദ പഞ്ചകർമ്മ നഴ്സിംഗ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, പത്തനാപുരം, കരുനാഗപ്പള്ളി. ജനവാസ മേഖലയിൽ ബിവറേജസ് ഔട്ട്ലെറ്റ് സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മഞ്ചള്ളൂർ വലിയ പാടത്തിനു സമീപം ഔട്ട്ലെറ്റ് സ്ഥാപിക്കുന്നതിനെതിരെയാണ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാകുന്നത്. പത്തനാപുരം മഞ്ചള്ളൂരിന് സമീപം MLA ഓഫീസിന് മുൻവശത്തായി വലിയമാടം ഭാഗത്തേക്ക് പോകുന്ന പാതയ്ക്ക് അരികിലായുള്ള കെട്ടിടത്തിൽ ബിവറേജസ് ഔട്ട്ലെറ്റ് വരുന്നതായി ആരോപണമുന്നയിച്ച് പ്രദേശവാസികൾ പ്രതിഷേധമുയർത്തി. കാരണം ഇവിടെ വളരെ അടുത്ത് സ്കൂള്, അതുപോലെ സന്യാസമഠം, അതുപോലെ ഏതാണ്ട് 50ഓളം വീട്ടുകാർ ഈ ഭാഗത്ത് താമസിക്കുന്നുണ്ട്.
ഈ ഭാഗത്തും അതിനപ്പുറത്തുമായിട്ട്. അതുപോലെ ഹോസ്പിറ്റൽ ഇതെല്ലാം ഉള്ളത് കൊണ്ട് ഈ ഭാഗത്ത് വരാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. ഞങ്ങളുടെ ഈ പരിസരത്ത് ഇങ്ങനെ ഒരു ബിവറേജ് വരാൻ പറ്റത്തില്ല. എല്ലാവരും 2-3 സെന്റ് സ്ഥലങ്ങളിൽ താമസിക്കുന്നവരാ. കുഞ്ഞും കുട്ടിയായിട്ട് എല്ലാവർക്കും ഓരോ സ്ഥലങ്ങളിലും ഓരോ പിള്ളേരെയൊക്കെ ഓരോ രീതിയിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഇനി നാളെ ഈ ബിവറേജ് വന്നു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്കും പിള്ളേർക്കും പുറത്തിറങ്ങാനോ ഇവിടെ ജീവിക്കാനോ പറ്റത്തില്ല. എന്തെങ്കിലും ഒന്ന് കുഞ്ഞുങ്ങൾക്കോ കുട്ടികൾക്കോ വന്നു കഴിഞ്ഞ് സംഭവിച്ചിട്ട് പിന്നെ ഇതിൻ്റെ പേരിൽ ബാക്കിയുള്ളവർ നടപടി എടുത്താൽ ഒക്കത്തില്ല. ഞങ്ങൾ ഇതിൻ്റെ പേരിൽ എല്ലായിടത്തും പേപ്പർ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ MLA ഞങ്ങളോട് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് വന്നാലും MLAക്ക് ജീവനുണ്ടെങ്കിൽ ഇവിടെ വരത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തിങ്ങിപ്പാർക്കുന്ന ഈ ഒരു പ്രദേശത്തേക്ക് ബിവറേജിന്റെ ഔട്ട്ലെറ്റ് ഒരിക്കലും വരാൻ അനുവദിക്കുകയില്ല. പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടാവില്ലെന്ന് ഞങ്ങളുടെ പഞ്ചായത്തിന് ഈ ജനങ്ങൾക്ക് ഞാൻ വാക്ക് നൽകുന്നു. ഒരിക്കലും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു നീക്കവും ഇതിന് അനുകൂലമായി ഉണ്ടാവില്ല എന്ന് ഇവരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾ വാക്ക് തരുന്നു. സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രി, ക്ഷേത്രം, MLA ഓഫീസ് എന്നിവ സ്ഥിതി ചെയ്യുന്ന ജനവാസ കേന്ദ്രത്തിൽ ഒരു കാരണവശാലും ബിവറേജസ് ഔട്ട്ലെറ്റ് വരാൻ അനുവദിക്കില്ലെന്ന് പത്തനാപുരം വലിയമാടൻ പ്രദേശത്തെ ജനങ്ങൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകളിലൂടെ വീണ്ടും. തെന്മലയിൽ മീൻ കയറ്റി വന്ന ലോറി തലകീഴായി മറിഞ്ഞു. തൂത്തുക്കുടിയിൽ നിന്നും ആലപ്പുഴയിലേക്ക് വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ അനാവശ്യമായി പിഴ ഈടാക്കുന്നു. UTUC നേതൃത്വത്തിൽ സിമന്റ് ലോറി ഡ്രൈവർമാർ സൂചനാ പണിമുടക്ക് നടത്തി. കിഴക്കൻ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം. മൂലമൺ ഇരുൾപച്ച മേഖലയിൽ കാട്ടാന വൻതോതിൽ കൃഷി നശിപ്പിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ലൈവ് വാർത്തകൾക്കും സന്ദർശിക്കുക. നമസ്കാരം.